തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു. വളരെ ഗൗരവമുള്ള ഒരു വാർത്തയായി ഗോകുൽ, ഞാൻ എത്താം. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം ജയിൽ ചാടിയതിനു ശേഷമുള്ളതാണ്. അയാൾ ഒരു ഒളിസങ്കേതം തേടി അലയുന്ന ദൃശ്യമാണ്. എങ്ങോട്ട് പോകണമെന്നറിയാതെ അയാൾ റോഡിലൂടെ നടക്കുന്ന ദൃശ്യം. പുലർച്ചെ 5:30 പള്ളിക്കുന്ന് ക്ഷേത്ര പരിസരത്ത് അയാൾ എത്തുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. പകൽ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കുക, അതിനുശേഷം രാത്രി കടക്കുക, ഇതായിരുന്നു പ്ലാൻ. പക്ഷേ അതാണ് പൊളിഞ്ഞു പോയത്. അതിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇങ്ങനെ ജയിൽ ചാടാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ആശങ്കയാകുന്നത്. അത് ഉയർത്തുന്ന ചോദ്യങ്ങൾ, അതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ഗോകുൽ, തുടരൂ. അതുതന്നെയാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിൽ ഒരു തടവ് പുള്ളിക്ക് എത്ര വലിയ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടായി ഇതിനകത്ത് വന്നിട്ടുള്ള ആൾക്കായാലും പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം നൽകുന്ന ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരാൾക്ക് വേണമെങ്കിലും ഇത്തരത്തിലൊരു കാര്യമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലുൾപ്പെടെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോവിന്ദച്ചാമി പുറത്ത് ചാടിയതിനു ശേഷം വളരെ ക്രിയാത്മകമായി സക്രിയമായിട്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചതെന്ന് നിസ്സംശയം പറയാം. ഗോവിന്ദച്ചാമിയുടെ രൂപസാദൃശ്യവും ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര ഉയരത്തിലുള്ള മതിലാണ്. ഇത്രയും പൊക്കമുള്ള ഒരു മതിൽ ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കുടുക്കിട്ടുകൊണ്ട് ഒക്കെ ചാടിപ്പോയി. ഇതിന് മുകളിലാണെന്ന് തോന്നുന്നു, അല്ലേ? ഇലക്ട്രിക് ഫെൻസ് ഉള്ളത് ഇതിന് മുകളിലാണോ? ഇതെല്ലാം കടന്ന് അയാൾക്ക് പോകാൻ കഴിയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആരുടെയും സഹായമില്ലാതെ ചെയ്തു എന്നതാണോ? ഗൂഗിളിൽ ഇപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത് അതുതന്നെയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം. അതുതന്നെയാണ് എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് മഴക്കാലമാണ്. ഇതിലേക്കൊക്കെ ചവിട്ടി കയറാൻ ശ്രമിച്ചാലും വഴി താഴേക്ക് വീഴാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കൃത്യമായി ഒരു പഠനം നടത്താതെയൊന്നും ഇതിന് മുകളിലേക്ക് വളരെ പെട്ടെന്നൊന്നും കയറി പോകാൻ വേണ്ടി സാധിക്കില്ല. ഏത് ഭാഗത്ത് കയറ് കെട്ടി അല്ലെങ്കിൽ തുണി കെട്ടി ചാടിപ്പോകണമെന്നൊക്കെ ഒരു പക്ഷേ ഗോവിന്ദച്ചാമി നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കണം. കാരണം 7.5 മീറ്ററോളം നീളമുള്ള ഒരു മതിലാണ്, വലിയ മതിലാണ്. ഇവിടെ നിന്ന് ചാടിയാലും അതിന്റെ മറുഭാഗത്ത് എന്താണ് എന്ന്, അത് മറുഭാഗത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.